ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടം. എല്ലാവരും നല്ല രീതിയിൽ അതേപോലെ തന്നെ നമ്മുടെ സജിൻ, അതേപോലെ തന്നെ ലിജു, എല്ലാവരും ദീപക്കും ആനന്ദും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല നന്നായിരിക്കുന്നു. നല്ല വർക്ക്, നല്ല സ്റ്റോറി. നല്ല പെർഫോമൻസ് ആണ്. കണ്ടിരിക്കാം. എല്ലാ രണ്ടുപേരും സജിൻ ഗോപു ആണെങ്കിലും ബേസിലാണെങ്കിലും സൂപ്പർ പടം. ഫാമിലി ആയിട്ട് പോകാൻ കാണാൻ പറ്റുന്ന നല്ല പടം. ഗംഭീര പടം, അടിപൊളി. അടിപൊളി, ഒരു രക്ഷയില്ല. പടത്തിനേക്കാളും ബേസിലിന്റെ പ്രകടനമുണ്ട്. അടിപൊളി, അടിപൊളി. ബേസിലിന്റെ പ്രകടനമൊക്കെ ഇഷ്ടപ്പെട്ടു. ബേസിൽ കിടലോട്ട് ചെയ്തു. സ്റ്റോറി വൈസ് എല്ലാം നല്ലോണം അടിപൊളിയാണ്. നിങ്ങളെ കാണുന്നവരല്ലേ, എനിക്ക് വളരെ തൃപ്തിയായിട്ട് ജ്യോതിഷത് എടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ടേഴ്സ് എല്ലാം വളരെ നന്നായിട്ട് വന്നതായിട്ടാണ് തോന്നുന്നത്. ബാക്കി ഇനി നിങ്ങൾ ആൾക്കാർ അടുത്ത വിലായത് ബുദ്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതെ, വിലായത് ബുദ്ധയുടെ അവസാനത്തെ ഷെഡ്യൂൾ നടക്കുകയാണ്. ഓക്കെ, ശരി, താങ്ക് യു. രക്ഷയില്ല, നല്ല അഭിനയം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അഭിനയമാണ് ബേസിൻ്റെ. നല്ല അടിപൊളി സ്റ്റോറി ആണെങ്കിലും എന്തുകൊണ്ടായാലും ബേസിൻ്റെ ഒരു അഭിനയ മുഹൂർത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബേസിൽ. ഒരു രക്ഷയില്ല. നല്ല നമ്മുടെ മനസ്സ് നിറഞ്ഞ് എന്താ പറയുക, ഒരു പൊന്നിൻ്റെ കഥയാണ്. അതുപോലെ പത്രമാറ്റി നല്ല അടിപൊളി സ്റ്റോറിയാണ്, നല്ല കഥയാണ്. ബേസിൻ്റെ ഒരു എന്താ പറയുക അഭിനയ മുഹൂർത്തം കിട്ടുന്ന ചാൻസ് ഓരോ സ്റ്റേജും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബേസിൻ്റെ എന്താ പറയുക വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളി ഏതോടെ അഭിനയിച്ച നല്ല വിജയമുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. 2025 ഇപ്പോൾ ഈ ജനുവരിയിൽ ഇറങ്ങിയാൽ ഏറ്റവും നല്ല സിനിമയാണ് എൻ്റെ ഒരു അഭിപ്രായം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടമായിരുന്നു ഇത്. നമ്മൾ വീഡിയോ പരിപാടിയൊക്കെ വന്നതുകൊണ്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സജിനേട്ടനായാലും ബേസിലേട്ടനായാലും എല്ലാവരും, ഡയറക്ടർ ജോയിഷേട്ടൻ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ സന്തോഷമുണ്ട്. ഇനി അടുത്ത പരിപാടികൾ വരുന്നുണ്ട്. താങ്ക് യു. ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ആദ്യം ഞാൻ എത്രയോ ഒരു പീക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ബേസിലിൻ്റെ ഇത്. ബേസിൽ ഈ പടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞ ആടുവാണ്. അതുപോലെ കരകിട്ടുണ്ട് ബേസിൽ. അതുപോലെ സജിനും ലിജോമോളും എല്ലാവരും. ഒരു കൊല്ലത്തെ ഒരു റൂറൽ ഏരിയയിലെ കഥയാണ്. നമ്മുടെ ജയ ഒക്കെ പോലെ ആ ഒരു ഏരിയ കഥ. അങ്ങനെ അറിയാവുന്നവർക്ക് ഇപ്പോൾ ആയാലും പിടിക്കും. സിനിമയുടെ കഥയിലും അതിനേക്കാളും പെർഫോമൻസിലാണ് 3 പേരും കയറി കലക്കിയിട്ടുണ്ട്. സജിനൊക്കെ കിടലിന് പെർഫോമൻസ്. സജിൻ്റെ ഒരു വാഗ്ദാനം കേട്ടോ, അടിപൊളിയായിട്ടുള്ള സജിന് ഇനി അടിപൊളിയായിട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി പടം. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഹാപ്പിയാണ്. ഇനി ബാക്കി എല്ലാ പ്രേക്ഷകർ കണ്ടിട്ട് പറയാം. പടത്തിൽ വില്ലൻസ് ഓർമ്മയാണോ? കണ്ടിട്ട് പറയാ. അതിപ്പോൾ ഞാൻ ശ്രീധരത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ പുസ്തകം സിനിമയാകുമ്പോൾ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പറ്റി. ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി. നല്ല പടമാണ്. ഇപ്പോൾ പിന്നെ ഡയറക്ഷൻ നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ പടം നന്നാവുന്നത്. നന്നായി എല്ലാം നന്നായിട്ട് എല്ലാ ടെക്നിക്കൽ സൈഡിലും എല്ലാം അടിപൊളിയായിരിക്കും.